സാറേ, ഹിമാചൽ പ്രദേശിലെ ഒരു മോസ്കിൻ്റെ കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തർക്കമുണ്ടായ ഒരു മോസ്ക്, അവിടെ വലിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. ആ സംഘർഷമുണ്ടായ മോസ്ക് ഇപ്പോൾ പൊളിച്ചു കളയാനായിട്ട് കോടതിയുടെ ഒരു വിധി വന്നു എന്ന് കേൾക്കുന്നല്ലോ. ഇത് കഴിഞ്ഞ കൊല്ലം നമ്മൾ വളരെ വിശദമായി പലതവണ ഈ ഹിമാചൽ മോസ്കിൻ്റെ കാര്യം ചർച്ച ചെയ്തിരുന്നു. അവിടുത്തെ നിയമസഭയിൽ, അതായത് ഇതിൻ്റെ പേര് സഞ്ജോലി മോസ്ക് എന്നാണ്, അവിടുത്തെ കോർപ്പറേഷൻ 45 തവണ ഹിയറിംഗ് ഒക്കെ നടത്തി പല കാലങ്ങളായിട്ട് അതിൻ്റെ താഴത്തെ നില പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഹൈക്കോടതി അവിടുത്തെ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ആ മോസ്ക് മൊത്തത്തിൽ പൊളിച്ചു കളയാനാണ്. നമ്മളിത് അവിടെ പ്രക്ഷോഭം, അത് കഴിഞ്ഞ് തർക്കം, ഏറ്റുമുട്ടൽ, വെടിവയ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്, ഉത്തർപ്രദേശിൽ നിന്ന് ചില വരുത്തന്മാർ ഇല്ലേ, ഈ മോസ്കിൽ പോയിട്ട് താമസിച്ചിട്ട് അതിഥികളൊക്കെ ആയിട്ട് താമസിച്ചിട്ട് അവരാണ് ഇല്ലേ മറ്റേ മോസ്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കട, അങ്ങനത്തെ പല സ്ഥലത്തും പോയി താമസിച്ചിട്ട് ഈ വരുത്തന്മാരായ മുസ്ലിങ്ങളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചർച്ചകളിൽ പറയുകയൊക്കെ ചെയ്തിരുന്നതാണ്. മാത്രമല്ല, അവിടെ ഒരു കടയുമായി ബന്ധപ്പെട്ട് അല്ലേ, ഒരു ഹിന്ദുവിൻ്റെ കടയുമായി ബന്ധപ്പെട്ട് ആണ് ഇതിൻ്റെ തർക്കം തുടങ്ങുന്നത് എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വഖഫ് ബോർഡ്, ഇവിടെയും ഒക്കെ വഖഫ് ബോർഡ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥലം ഇല്ലേ, മറ്റേ വഖഫിൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞിരുന്നില്ലേ നമ്മുടെ. അപ്പോൾ മറ്റേ കോളേജ് വിറ്റ സ്ഥലം ഇപ്പം അതിൻ്റെ അകത്തും തീരുമാനമായല്ലോ ഹൈക്കോടതി. അപ്പോൾ അവിടുത്തെ വഖഫ് ബോർഡ്, അതുപോലെ സഞ്ജോലി മോസ്ക് കമ്മിറ്റി, ഇരുവരുടെയും ഹർജി അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജി യജുവേന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസം തള്ളി. അപ്പോൾ മറ്റേ വഖഫ് ബോർഡിൻ്റെ അപ്പീലും ഒക്കെ തള്ളി. ഷിംല മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ തീരുമാനമാണ് ശരി എന്ന് കോടതി വിധിച്ചു. അപ്പോൾ മോസ്ക് മൊത്തത്തിൽ പൊളിച്ചു കളയാനായിട്ട് കോടതി ഉത്തരവിട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് മോസ്ക് പ്രസിഡന്റ് മുഹമ്മദ് ലത്തീഫ് പറയുന്നത്, ഇനി ഞങ്ങൾ ഹൈക്കോടതി അപ്പീലിന് പോകും. പക്ഷേ ഒരു കീഴ്ക്കോടതി തീരുമാനം അതിൻ്റെ അകത്ത് ഉണ്ടായല്ലോ, രേഖകളൊക്കെ. അപ്പീലിൽ വലിയ വിചാരണയൊന്നുമില്ലല്ലോ, മറ്റേ വക്കീൽമാരുടെ വാദം മാത്രമല്ലേ അതിൻ്റെ അകത്തുള്ളൂ, മൊഴിയെടുക്കലൊന്നും അപ്പീൽ കോടതികളിലില്ലല്ലോ. അപ്പോൾ കീഴ്ക്കോടതി വിധിച്ച കാര്യങ്ങൾ നോക്കുന്നു, അത് വെച്ചിട്ടുള്ള വാദം മാത്രമല്ലേ അപ്പീലിൽ നടക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റെസിഡൻറ്റ് വെൽഫെയർ കമ്മിറ്റി, അതിൻ്റെ വക്കീൽ ജഗത് പാല് പറഞ്ഞു, കമ്മീഷണർ ഭൂപേന്ദർ അത്രിയുടെ 4ാമത്തെ ഉത്തരവ് അത് ഇപ്പം ശരിവച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഉത്തരവ് മെയ് 19 ഉണ്ടായത്. 16 കൊല്ലം ഇത് ഈ പല ഘട്ടങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകളൊക്കെ വന്നപ്പോൾ പ്രത്യേകിച്ച് നടപടി എടുക്കാതിരുന്നു. കോർപ്പറേഷൻ്റെ ഉത്തരവുകളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. 50 തവണ ഹിയറിംഗ് നടന്നു ഈ കാര്യത്തിൽ. ഓഗസ്റ്റ് 31 കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ വലിയ ഏറ്റുമുട്ടലുകൾ 2 വിഭാഗങ്ങൾ തമ്മിൽ ഹിമാചൽ പ്രദേശിൽ നടക്കാൻ തുടങ്ങിയത്. സെപ്റ്റംബർ 1 5 ഹിന്ദു സംഘടനകൾ ഷിംലയിൽ പ്രതിഷേധം നടത്തി, വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി. സെപ്റ്റംബർ 11 സഞ്ജോലിയിൽ അക്രമങ്ങൾ നടന്നു ഇല്ലേ, കടകൾ തീവയ്ക്കൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു. സെപ്റ്റംബർ 11 ശേഷം 21 പ്രക്ഷോഭങ്ങൾ ഹിമാചൽ പ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. കിന്നോർ, ലഹോൾ, സ്പിത്തി ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും അവിടെ പ്രക്ഷോഭങ്ങൾ നടന്നു. സെപ്റ്റംബർ 12 മോസ്ക് കമ്മിറ്റി തന്നെ പറഞ്ഞു, അനധികൃതം ആയ സംഗതിയൊക്കെ ഞങ്ങൾ പൊളിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും കമ്മീഷണർ ഇത് തകർക്കാനായിട്ട്
ശ്രമങ്ങൾ ഉത്തരവ് ഇട്ടിരുന്നു. ഉത്തരവ് ഇട്ട ശേഷം ഞങ്ങൾ പൊളിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കോടതി പോയതാണ്. ഇപ്പൊ കോടതി പറഞ്ഞു മോസ്ക് മൊത്തത്തിൽ പൊളിച്ചു കളയാൻ. അപ്പോൾ ഒരു എന്താ പറയുക, വലിയൊരു മറ്റേ ബാബറി മസ്ജിദ് തന്നെ പൊളിച്ചതാണല്ലോ അയോധ്യയില്. ഇങ്ങനെ ഈ ചരിത്രത്തിനെയൊക്കെ കൊഞ്ഞനം കുത്തി അല്ലേ, സത്യത്തിനെയും കൊഞ്ഞനം കുത്തി നിൽക്കുന്ന ഈ സ്ട്രക്ചറുകൾ അല്ലേ, അതൊക്കെ പൊളിച്ചു കളയുന്നതാണ് സമാധാനത്തിന് നല്ലത്. അപ്പോൾ അവിടുത്തെ കോടതിയും ചെയ്തിരിക്കുന്നത് അതാണിപ്പോൾ. സെഷൻസ് കോടതി ഉത്തരവ് പറഞ്ഞു. അപ്പീലിലും വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഒരു കീഴ്ക്കോടതി ഉത്തരവിടുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ, കൊലക്കേസ് തുടങ്ങിയ കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത്, ഇത്തരം ഉത്തരവിടുമ്പോൾ നാനാവശങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും. ആ പരിശോധന ശരിയോ എന്നുള്ളത് മാത്രമല്ലേ അപ്പീൽ കോടതി നോക്കുള്ളൂ ഇത്തരം കേസുകളിൽ. അപ്പോൾ വലിയ ഗുണമൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഹിന്ദുക്കൾ വിജയിച്ചിരിക്കുന്നു. സാർ, ഈ കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ലേ, കോൺഗ്രസ് ഏറെക്കാലം ഭരിച്ച സംസ്ഥാനങ്ങളിലൊക്കെയാണ് മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്. കാരണം ഞങ്ങൾക്ക് വലിയ ആധിപത്യമുണ്ട്, ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും, കോൺഗ്രസിൻ്റെ പരോക്ഷവും പ്രത്യക്ഷവുമായ സഹായം കിട്ടും. ഹിമാചൽ പ്രദേശിലും ഇവർക്ക് ആ പ്രേരണ നൽകിയത് അത് തന്നെയായിരിക്കും. ഹിമാചൽ പ്രദേശിൽ ഇപ്പോഴും കോൺഗ്രസ് സർക്കാരാണല്ലോ. അപ്പോൾ മാത്രമല്ല, ഹിമാചൽ കോൺഗ്രസ് സർക്കാരിൻ്റെ ഒരു ഗുണം PM ശ്രീയിൽ ഒപ്പുവെച്ച സർക്കാരാണ്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അല്ലേ. തെലങ്കാന സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കഥ നമുക്കറിയാമല്ലോ. MLA പെൻഷൻ പോലും കൊടുക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ സർക്കാർ അവിടുത്തെ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഹോട്ടലുകളൊക്കെ പാട്ടത്തിന് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ പുലിവാലികളിലൊക്കെ ചെന്നപ്പെടുന്നത്. അവരെപ്പോഴും ഈ മുസ്ലിം പ്രീണനം നടത്തുമല്ലോ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കും. കോൺഗ്രസ് എല്ലായിടത്തും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മമതാ ബാനർജിയും കോൺഗ്രസിലാണ് അവരുടെ വേരുകൾ എന്നുള്ളത് കൊണ്ട് മമതാ ബാനർജിയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഈ ഹിമാചൽ പ്രദേശിൽ 16 കൊല്ലം മുമ്പ് ഇത് പരിഹരിക്കാമായിരുന്നു ഇല്ലേ. ഇല്ലീഗലാണൊരു സ്ട്രക്ചർ എങ്കിൽ അത് പൊളിച്ചു കളയാണല്ലോ വേണ്ടത്. ഇത് ഇല്ലീഗലാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞതാണ് ഈ മോസ്ക് ഇങ്ങനെ പണിതിരിക്കുന്നു എന്നുള്ളത്. മതം മാറ്റത്തിന് വേണ്ടി ഇല്ലേ, അവിടെ ഹിമാചൽ പ്രദേശിലൊക്കെ നിർബന്ധിത മതം മാറ്റമൊക്കെ നടപ്പാക്കാൻ വേണ്ടി ഉത്തർപ്രദേശിൽ നിന്നൊക്കെ മുസ്ലിങ്ങളൊക്കെ വന്ന് അതിഥികളായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ മോസ്ക്. അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ ഈ കോർപ്പറേഷന്റെ മുമ്പിലൊക്കെ വന്നതാണ്. അങ്ങനെയാണ് ഇതൊരു വലിയ ദേശീയ പ്രശ്നമായി തന്നെ ഹിമാചൽ പ്രദേശിലെ മോസ്കിന്റെ കാര്യം ഉയർന്നു വന്നു, ഈ സഞ്ചോളി മോസ്കിൻ്റെ. അപ്പോൾ അത് പൊളിക്കുന്നതോടുകൂടി ആ പ്രശ്നം അങ്ങ് അവസാനിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ഈ ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ഏതാണ്ടൊക്കെ എടുത്ത നിലപാടുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം തന്നെ സ്വകാര്യമായിട്ട് പലരോടും പറഞ്ഞതായിട്ട് എനിക്കറിയാം. അത് പൊളിക്കുന്നതോടുകൂടി ഒരു പ്രശ്നം തീരുമല്ലോ, അതോടുകൂടി അവസാനിക്കുമല്ലോ. തീരുമല്ലോ. അല്ലെങ്കിൽ എപ്പോഴും അത് തർക്കസ്ഥലം എന്ന് പറഞ്ഞ് പത്രത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. അത് പൊളിച്ചതോടുകൂടി അവിടെ ഒരു അമ്പലവും വന്നല്ലോ. മുസ്ലിങ്ങൾക്ക് വലിയ സന്തോഷം, വലിയ കച്ചവടം കിട്ടുന്നു അല്ലേ. മുസ്ലിങ്ങൾക്കും പ്രവേശിക്കാം ആ ക്ഷേത്രത്തില്. മറ്റേ 5 ഏക്കർ സ്ഥലം കൊടുത്തു മോസ്ക് പണിയാൻ. അതിന് മുസ്ലിങ്ങൾ പോലും സംഭാവന കൊടുക്കുന്നില്ല. അതിന് സംഭാവന കൊടുത്തിട്ടുള്ളതൊക്കെ ഹിന്ദുക്കളാണ്. അങ്ങനെ ഒന്നും വന്നോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ ഇതാണ് സത്യം. മറ്റേ സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം തിളങ്ങിക്കൊണ്ടിരിക്കും. സ്വർണത്തേക്കാൾ നന്നായി തിളങ്ങും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.